Okay. We studied that 3/4 of the earth is covered with water. Sorry. Yes, 3/4 of the earth is covered with water, and only one part of the earth is containing land. And that too, we are sure that. Good morning, Miss. Yes, good morning. You might have seen in globe. Almost all the part of the globe is completely blue in color. That indicates water, isn't it? Okay. And you can see that water is not a huge continuous portion. In between there will be land. In between there will be land, and it is mixed. Means some water and a little bit of land, again some more water, again little bit of land, like that way. എന്ന് പറഞ്ഞാല് നമ്മൾ ഗ്ലോബിൽ നോക്കുമ്പോൾ ഫുള്ളും ബ്ലൂ കളറാണ് കൂടുതൽ. പക്ഷെ ബ്ലൂ കളർ കണ്ടിന്യൂസ് ആയിട്ട് തനിയെ ഒരു സ്ഥലത്ത്, ലാൻഡ് ഒരു സ്ഥലത്ത് അങ്ങനെയല്ല. ലാൻഡും വാട്ടർ ബോഡീസും കൂടെ മിക്സ് ആയിട്ടുള്ള ഇതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? ഓക്കെ. And we studied that water is found in different water sources like rivers, oceans, ponds, wells, streams, etc. And also water is present underground. Underground അതായത് നമ്മൾ ബോർവെല്ലൊക്കെ കുഴിച്ച് അതിന്റെ മണ്ണിന്റെ കുറേ അടിഭാഗത്ത് നിന്നും അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ കുഴിച്ചെടുക്കുന്നു. നെക്സ്റ്റ്, വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ in water vapor. How the water vapor comes in the atmosphere? Justice Sri Vishnu, Joel, Heaven, ജുവാനിക്ക് പിന്നെ റേഞ്ച് ഇല്ലാത്ത ആളാണ്. അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ റേഞ്ച്. ശ്രീ വിഷ്ണുവിന് മാത്രം ഒരു എക്സസ് ഉണ്ട്. ജസ്റ്റിസിന്റെ ഒക്കെ വീഡിയോ എന്റെ മോനെ എല്ലാവരും വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ടിരിക്കുകയാണ്, അല്ലെ? ഹെവന്റെ വീഡിയോ ഓൺ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ. Juvana, why were you absent in the morning class? Miss, I was in the town and then just came here. I'll be on my video. Okay. How the water will spread or water vapor will come into the atmosphere? എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വെള്ളം വരുന്നത്, വെള്ളത്തിന്റെ അംശം വരുന്നത്, വാട്ടർ വേപ്പർ? ആൻസർ മീ ഫാസ്റ്റ്ലി. Adira, how does water vapor comes in the atmosphere? Water is found in puddles. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വെള്ളം വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അന്തരീക്ഷത്തിൽ വെള്ളത്തിന്റെ കണങ്ങൾ വരുന്നത് how it is? I'm asking. സൂര്യന്റെ ചൂട്. Yes, due to the heat of the sun, the water gets evaporated, isn't it? So due to the heat of the sun, the water is heated, water is evaporated and it is taken to the atmosphere. Then slowly it will condense. Then it will come down as a rain. Clouds il ninnu condensed aayittu rain aayittu thavottu varum, alle? Okay. So water is everywhere. Underground ilundu, atmosphere ilundu, angane different ways il water is present everywhere. However, we still hear the shortage of water at many places. What is the reason for that? We studied that 3/4 of the earth is completely water. And underground water is there, and in the atmosphere water vapor is there. So മലയാളത്തിൽ നമ്മളൊരു പാട്ടുണ്ട്, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്ര. കേട്ടിട്ടില്ലേ അത്? ഓക്കെ. വെള്ളം വെള്ളം സർവത്ര. വാട്ടർ ഈസ് എവരിവെയർ, ബട്ട് there is no drop of water to drink in some places. നമുക്ക് already it's month of March is going to be over. April, May and all, most of the part of the Kerala people face the drought, scarcity of water. ഇപ്പൊ ഡ്രൗട്ടിന്റെ സമയമാണ്, അല്ലെ? ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ചയുടെ സമയത്ത്. നമുക്ക് റെയിനി സീസൺ അല്ല, ഇപ്പൊ സമ്മർ സീസൺ ആണ്. ആൻഡ് ഒത്തിരി പേർക്ക് ഇൻക്ലൂഡിങ് മീ, എനിക്കും അങ്ങനെയാണ്. വെള്ളമില്ല, വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളമില്ല, വെള്ളത്തിന് സ്കാർസിറ്റിയാണ്. അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വെള്ളമില്ലാത്തവരുണ്ട്, അല്ലെ? സോ നമ്മൾ എപ്പോഴും പറയും ഷോർട്ടേജ് ഓഫ് വാട്ടർ, സ്കാർസിറ്റി ഓഫ് വാട്ടർ ഡ്യൂറിങ് സമ്മർ സീസൺ, ഡ്രൗട്ട് ഇറ്റ് ഈസ്, വരൾച്ചയാണ് എന്നൊക്കെ പറയും, അല്ലെ? ഓക്കെ. അപ്പം എന്താണെന്ന് വെച്ചാല് ഇത്രയും വെള്ളം ഉണ്ടായിട്ട് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം?
ഞാൻ രാവിലെ ഗ്ലേസിയർ നിങ്ങളെ കാണിച്ചു അല്ലെ, മഞ്ഞുരുക്കി വീഴുന്ന കാണിച്ചു. ഗ്ലേസിയേഴ്സ് മെൽറ്റ് ആൻഡ് ഇറ്റ് റീച്ചസ് ടു ദ സീ, സീയിലേക്കാണ് എത്തുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ ഗ്ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓഷ്യൻസ് ആൻഡ് സീസ് ആർ ദർ. മോസ്റ്റ് പാർട്ട് ഓഫ് ദ വാട്ടർ ബോഡീസ് ആർ ഓഷ്യൻസ് ആൻഡ് സീസ്. And surely you know that it is not able to drink. പക്ഷേ 3% നമുക്ക് കുടിക്കാൻ പറ്റും. 3% ഇല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളം. 0.01% is only drinking water. 100%-ത്തിൽ 0.01% is water is only able to drink. Okay, 97.4% of the available water on the earth is salty water. That means sea and ocean water. We know that we cannot drink that. എത്രയൊക്കെ ദാഹം ഉണ്ടെന്നാലും പറഞ്ഞാലും നമുക്ക് കടലിലെ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പക്ഷെ നമ്മൾ ചിന്തിക്കണം, the water from the sea and ocean gets evaporated due to the heat of the sun, and it becomes, or it forms the clouds and then condense, and it falls down as rain. But the rain water is not a salty water. അത് വേറൊരു മിറക്കിൾ അല്ലേ. നമുക്കറിയാം ഈ മഴ പെയ്യുന്നത് മുഴുവൻ കടലിലെ വെള്ളമാണ്. ഓഷനിലെയും സീയിലെയും വാട്ടറാണ് നമുക്ക് റെയിൻ വാട്ടർ ആയിട്ട് കിട്ടുന്നത്. Once when it gets heated and it evaporates and then it forms clouds. പോയിസൺ വാട്ടറിൽ തന്നെ കിടക്കും, അത് ഇവാപറേറ്റ് ആയിട്ട് ശുദ്ധവെള്ളം മോളോട്ടോ. Yes, നമുക്ക് okay. Once when it falls down as a rain, if you taste, you know that it is not at all salty water. It's a pure water. The first rain after a long time, if it rains first or twice, second, third time and all, it may not be clear water, because we know that there will be so much of dust particles in the atmosphere. During summer season, so much of dust particles will be present in the atmosphere. Means when the vehicle moves and so many works will be done with the vehicles or something else and all, and factories smoke will be there. So like that way, the rain water for the first and second, third time and all, it will be impure. Impure means not pure, not clean. Okay, that water is not at all safe to drink and all. But for plants and all, it will be better, no problem. For plants and all, it will be no problem. Okay, for human beings, it is not good for drinking or to wash the clothes or to any other purpose, because it will be completely dirty. And now you know that I think 2-3 weeks before we got rain. Okay, after this 2-3 weeks again, if we get rain, the rain water will not be clean. The color is somewhat blackish or brownish due to the smoke and the dust particles and all. But 2-3 days continuously, if you get rain, then the water will be clean. We will get a clean water. നമുക്കറിയാം, ഇപ്പൊ കിട്ടുന്ന മഴയത്ത് കിട്ടുന്ന വെള്ളം ഒന്നിനും കൊള്ളൂല. മഴവെള്ളം ആരും ശേഖരിക്കാറില്ല ഇപ്പത്തെ മഴയുടെ. കാരണം നമുക്കറിയാം 3-4-5-8 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, ഒരു മാസം കൂടി പെയ്യുന്ന മഴയില് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും പിന്നെ സ്മോക്കും എല്ലാം കൂടെ ചേർന്ന് അൺക്ലീൻ വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നിനും കൊള്ളില്ല, വെറും ഈ അടുപ്പിന്റെ ഒക്കെ ഇവിടുന്ന് വരുന്ന പുകവെള്ളം പോലെ ഇരിക്കും ചില സമയത്ത് വെള്ളം. പക്ഷെ ഒരു 3-4-5 ദിവസം നമുക്ക് കണ്ടിന്യൂസ് മഴ ലഭിച്ചതിന് ശേഷം വരുന്ന മഴവെള്ളം എങ്ങനെയാണ്? നല്ല ക്ലീൻ ആയിരിക്കും അല്ലെ. It will be clean water. So anyway, ഇവിടെ ഞാൻ പറയാം 97.4% of the available water in this earth is sea water, and so it is salty, so it is not able to drink. So നമുക്ക് 100% അല്ലെങ്കിൽ 100 ലിറ്റർ വെള്ളം മൊത്തം ഉണ്ടെങ്കിൽ അതിൽ 97.4% of water, അത്രയും വെള്ളം ഒന്നിനും കൊള്ളൂല, നമ്മളുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ? ഓക്കെ, then available water in the sea and oceans which cannot be directly used by us because of its high salt content. A lot of fresh water is frozen in the glaciers and in the polar ice caps. Morning I showed the video, you might have seen, you may be remembering. Glaciers is ice എല്ലാം മെൽറ്റ് ചെയ്യുന്ന കാണിച്ചായിരുന്നു അല്ലേ? അത് ഒഴുകി എങ്ങോട്ട് പോകുന്നു? നേരെ സീയിലേക്ക് ഒഴുകി പോകുന്നത്.
അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം കിട്ടുന്നില്ല. ബട്ട് അത് നമ്മുടെ റിവറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വെല്ലിലേക്കോ ഒക്കെ വരുന്നതായിരുന്നെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് യൂസ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഡയറക്റ്റ് ഇറ്റ് വിൽ ഗോ ടു ദ സീസൺ. ഇപ്പൊ മഞ്ഞുരുകി ആ വെള്ളവും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ thus only 0.01% of the water on the earth is available to us for consumption. നമുക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് എത്രയുണ്ട്? 1% പോലും ഇല്ല എന്നുള്ളതാണ്. 0.01%. ഇത്രയും വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് പ്രയോജനപ്പെടുന്ന വെള്ളം എങ്ങനെയാണ്? 0.01%. 0.01% of water is useful for us for our daily needs, to cook food, to wash clothes, then to take bath. Like that, different ways are there, isn't it? Use of water. നമുക്ക് കൊറേ വെള്ളം കിട്ടുന്നില്ലേ? അപ്പൊ ലോകത്ത് എത്ര വെള്ളം ഉണ്ടാവും? എന്താ പറഞ്ഞേ? അല്ല, നമുക്കിപ്പോ 0.1% ആയിട്ട് നമുക്ക് എല്ലാ ആവശ്യത്തിനും വെള്ളം കിട്ടുന്നുണ്ടല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ ലോകത്തിൽ മൊത്തമാണ് പറഞ്ഞേക്കുന്നത് ഇത്രയും വെള്ളം. അത് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളത് ലോകത്തിന് മൊത്തം വെള്ളം വെച്ച് നോക്കിയാൽ എത്ര ഉണ്ടാവും? അതല്ലേ പറഞ്ഞത്. 100%-ല് 96% is not useful for us. മൊത്തം വെള്ളത്തിന്റെ മനസ്സിലായി? ഒരു മിനിറ്റ്. മൊത്തമുള്ള വെള്ളത്തിന്റെ ലേക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് വിട്ടാ പോലെ. പ്ലീസ് 1 മിനിറ്റ്. ഞാനൊന്ന് പറഞ്ഞിട്ട് പിന്നെ മോൻ പറയാം കേട്ടോ. നമുക്കുള്ള മൊത്തം വെള്ളം, ലോകത്തിലുള്ള മൊത്തം വെള്ളത്തിന്റെ 1% പോലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെള്ളമല്ല. അതായത് നമ്മൾ പഠിച്ചു 97.4% വെള്ളവും സീ വാട്ടർ. പിന്നെ വരുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്ലേസിയേഴ്സ് ആണ്. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്നത്. വെള്ളം ഉരുകി വെള്ളം കട്ട പിടിച്ച് സ്നോ ആയിരിക്കുന്നത്. അതിന്റെ വെള്ളം എങ്ങോട്ടാ പോകുന്നത്? അത് ഉരുകി കഴിയുമ്പോൾ സീയിലേക്ക് പോകുന്നു. അതും നമുക്ക് യൂസ് ആയിട്ട് കിട്ടുന്നില്ല. അല്ല, വെള്ളം ഇങ്ങോട്ട് എത്തിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ആകണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മുടെ ബോർവെൽസിൽ നിന്നും വെല്ലിൽ നിന്നും പോൺസിൽ നിന്നും പിന്നെ നമ്മുടെ റിവേഴ്സിൽ നിന്നും ഒക്കെയുള്ള വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺലി 0.01%. മനസ്സിലായോ? 99.96% വെള്ളവും നമുക്ക് ഉപയോഗം ഇല്ലാത്ത വെള്ളമാണ്. ഓക്കെ, ഇനി ഹെവൻ. വാട്ട് വെർ യു ടെല്ലിംഗ്? ഈ ഫ്രീസ് അയക്കുന്ന വാട്ടർ നമുക്ക് ലേക്കിലോട്ട് കൺവേർട്ട് ചെയ്തുകൂടെ? അതായത് തിരിച്ചു വിട്ടൂടെ? ഓക്കെ, ഈ ഗ്ലേസിയർ നമ്മുടെ ഇവിടെ ഉണ്ടോ? അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള വെള്ളം അവർക്ക് ഇഷ്ടം പോലെ അവിടെ കാണും മോനെ. വെള്ളമില്ലാത്തത് നമ്മളെ പോലെയുള്ള ഇങ്ങനെ കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അതിന് ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല മോനെ. പോളാർ റീജിയൻസ് നമുക്കറിയാം. പോളാർ റീജിയൻസ് എല്ലാം completely covered with snow, but can we bring the ice to here? No possible. നമുക്കത് സാധ്യമാകുന്ന കാര്യമല്ലത് അവിടുന്ന്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ അടുത്തുള്ള ഓഷനിലേക്ക് ഒഴുകിയെത്തും. അവിടെ ഗ്ലേസിയേഴ്സ് എല്ലാം മഞ്ഞെല്ലാം ഉരുകുമ്പോൾ അത് അവിടെയുള്ള ഓഷനിലേക്ക് എത്തുന്നു. അതിന് ഇങ്ങോട്ട് എത്തിക്കാൻ ഇത് ഭയങ്കര ദൂരമല്ല. ഇപ്പൊ നമുക്കറിയാം ഹിമാചൽ പ്രദേശിലെ അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്നോ ഉണ്ട്. ആ സ്നോ ഉരുകുന്ന വെള്ളം നമുക്ക് നമ്മുടെ കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ ഒക്കെ എത്തിക്കാൻ പോസിബിൾ ആണോ? ഇല്ല. പക്ഷേ ഹിമാചൽ പ്രദേശ് പോലെയുള്ള അല്ലെങ്കിൽ അഥവാ അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് താനോ. അവർക്ക് ആവശ്യവുമില്ല. അതാണ്. ഓക്കെ, വാട്ടർ ഈസ് നോട്ട്. സോ ഫസ്റ്റ് റീസൺ ഈസ് നമുക്ക് ഷോർട്ടേജ് ഓഫ് വാട്ടറിന്റെ ഫസ്റ്റ് റീസൺ ഓൺലി 0.04% is of water is useful for us. Second one is water is not evenly spread on the earth. There may be floods at some places and a complete lack of rain for years at other places. So the level of water on the earth is not equal. എന്ന് പറഞ്ഞാല് ഇപ്പം ഭൂമിയിലുള്ള വെള്ളത്തിന്റെ അളവ്, അതായത് ശുദ്ധജലമാണെങ്കിൽ പോലും എല്ലായിടത്തും ഒരുപോലെയല്ല. നമുക്കറിയാം നമ്മളുടെ ഇവിടെയൊക്കെ ചെറിയ ആഴത്തിൽ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും. ചില സ്ഥലങ്ങളിലൊക്കെ, നമ്മുടെ എല്ലാം ഞാൻ പറയുന്നില്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വീട്ടിലെ കിണറിന് വലിയ ആഴമൊന്നുമില്ല. പകരം പക്ഷെ ചില വീടുകളിലൊക്കെ 10-25 കോല് താഴ്ചയൊക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഈ ലെവൽ ഓഫ് വാട്ടർ ഓൺ ദിസ് എർത്ത് ഈസ് നോട്ട് ഈക്വൽ.
In some places, it will be they will be having flood. In some places, there will be drought. And during this rainy season, we had a flood. 2-3 years continuously, we had a flood, isn't it? In Kerala, while in Kerala, people were facing flood. In some places of India, people were facing drought. Means, നമ്മൾക്ക് ഇവിടെ ഫ്ലഡ് ആയിരുന്ന സമയത്ത് ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും വരൾച്ചയായിരുന്നു. അവർക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. നമ്മൾ മഴ കാരണം വെള്ളപ്പൊക്കം കാരണം പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് കുടിവെള്ളമില്ലാതെ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ കുടിവെള്ളം പോലും കിട്ടാതെ അവർ വളരെ ദൂരം പോയിട്ട് ഓരോ കുടം വെള്ളമൊക്കെ ശേഖരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ the level of water on this earth is not equal. It is different in places. In some places there will be more availability of water, but in some places there will be scarcity of water. Scarcity means കുറവ്, വെള്ളത്തിന് വല്ലാത്ത കുറവ്, ഡ്രൗട്ട്. മഴക്കാലത്ത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ, നമുക്ക് ഇവിടെ റെയിനി സീസൺ ഉണ്ട്. I told before I was working at Bangalore in school. നമ്മുടെ കേരളത്തിലേക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്തോരം മഴക്കാലം അല്ലേ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്. But there is no rain at all. They do not have a like this water and all. ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? പല സ്ഥലങ്ങളിലും നമുക്ക് കോസ്റ്റൽ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ഓഷ്യൻ സീസ് ഒക്കെ ഉള്ളതുകൊണ്ട്, അറേബ്യൻ സീ ഒക്കെ അങ്ങനെ അതിന്റെ പാട്ടൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കേരളത്തിലെ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് നമുക്ക് മൺസൂൺ ക്ലൈമറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റെയിൻ ഉണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിലും വെള്ളമില്ല. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ് ഈസ് it is the water level on the earth is not equal in everywhere. And next third point is groundwater is an important source of fresh water for us. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് മഴവെള്ളത്തെക്കാൾ കൂടുതൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ കിട്ടും. മഴവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അത് സംഭരിച്ച് അങ്ങനെ വെക്കുന്നില്ല. നമ്മൾ മഴവെള്ളം മോസ്റ്റ്ലി നമ്മൾ we are not using for drinking purposes. People may collect the water and they will use it for washing purposes and all, but they are not using for kitchen purpose or cooking etc and all. നമ്മൾ മഴവെള്ളത്തിലൊന്നും അധികം കുളിക്കാറില്ല. നമുക്ക് മറ്റേ കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് എടുക്കാറുള്ളത്. ഇനി ഇല്ലാത്തവർ ചിലപ്പോൾ അത് എടുത്തിട്ട് കുളിച്ചു നോക്കി വരും. Okay, anyway, groundwater is an important source of fresh water for us. However, humans have interfered with the natural renewal process of groundwater. As a result, the water table or level of groundwater in cities and towns is constantly going down, and there is a shortage of groundwater. I told the cities like Bangalore, Mumbai, Kolkata, Delhi and all, the underground water level is very, very, very low now because the density of population there is very high in cities. So the consumption of water is very high there. നമ്മൾക്കറിയാം ടൗണുകളിൽ, വലിയ ടൗണുകൾ, ബാംഗ്ലൂര്, ചെന്നൈ, അതുപോലെ കൊൽക്കത്ത, ഡൽഹി, ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് വെരി ഹൈ. വളരെ ജനസാന്ദ്രത കൂടുതലാണ്, ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് ആവശ്യമാണ് അല്ലെ. അപ്പൊ അവരിങ്ങനെ ബോർവെൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നേരത്തെ ഫസ്റ്റ് ടൈം അവർ ബോർവെൽ അടിച്ചപ്പോൾ 150 ഫീറ്റിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത് 200 ആയി, 250, 400 ആയി, 500 ആയി, 600 ആയി, 1000 ആയി, 1500 ഒക്കെയാന്ന് പറഞ്ഞു. ആ ഒരു ലെവലിലേക്ക് വാട്ടർ ലെവൽ, നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ താന്നു. പിന്നെ നമുക്കറിയാം use of water also is some people are simply wasting the water. If they have borewell and if they have much of water, they will simply waste. ഒരു നിയന്ത്രണമില്ലാതെ, without any control, ഒരു നിയന്ത്രണമില്ലാതെ അവര് ജനങ്ങള് വെള്ളം എന്ത് ചെയ്യാറുണ്ട്? ദുരുപയോഗം ചെയ്യാറുണ്ട്. ചുമ്മാ പൈപ്പൊക്കെ തുറന്നങ്ങ് വിട്ടേക്കുവാണ്. വെള്ളം എത്ര വേസ്റ്റ് ആകുന്നുണ്ട് അല്ലെ. So in some area where there is plenty of water, people are wasting a lot of water. But as a result, in some places where there is a scarcity of water, people are facing a lot of problem due to the shortage of water. Okay, so the renewal process of the humans have interfered with the natural renewal process of groundwater. പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടർ വെള്ളം, ഗ്രൗണ്ട് വാട്ടർ എങ്ങനെ താഴോട്ട് പോകുന്നു? നമുക്കറിയാം, ഓരോ മഴ പെയ്ത് കഴിയുമ്പോഴും, ഒരുപാട് മഴ പെയ്യുന്നുണ്ട്, ഈ മഴ പെയ്ത് കഴിയുമ്പോൾ കുറെ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങും അല്ലെ. പക്ഷെ നമ്മളിപ്പോൾ പല വിധത്തിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The water
most of the water is blocked on going down to the soil. We have the excess use of plastics. Throwing of plastics here and there. നമ്മൾ പ്ലാസ്റ്റിക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിയുന്നത് കൊണ്ട് വെള്ളം താഴോട്ട് പോകില്ല അല്ലെ? ഇപ്പൊ നമുക്കറിയാം we cannot have a life without any plastic materials. Life is impossible on the earth without any plastic now. നമ്മൾ ഒരു കാലത്ത് ഗവൺമെന്റ് കുറച്ചൊക്കെ മിസ് ഒരു കാര്യം പറയാം. മിസ്സിന്റെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഒക്കെ ഏജിൽ ഉണ്ടായിരുന്ന സമയത്ത് there was no plastic covers at all. Plastic covers എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. We used to go to the shop to buy vegetables, fish, milk, meat, like those things and all. We used to buy from the shop and they never used to give us in plastic covers. We used to take trees leaves or arecanuts leaf or coconuts leaf. Vatta. Yes, like that big leaves were used to cover the things that we buy from shops and all. നമ്മളൊക്കെ മിസ്സൊക്കെ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തില് ഈ തേക്കിന്റെ ഇല, വട്ടയുടെ ഇല, പിന്നെ പാള എന്താണെന്നറിയാമോ? കമുകിന്റെ പാള അറിയത്തില്ലേ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. എന്ന് വെച്ചാല് നമ്മൾ വാങ്ങിച്ചു വരുമ്പോ ഇറച്ചി അല്ലെങ്കിൽ ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇട്ട് ലീക്ക് ആക്കാതെ കൊണ്ടുവരുന്നില്ല. ഇതിനകത്തൊക്കെ ഇട്ടായിരുന്നു കൊണ്ടുവന്നോണ്ടിരുന്നത്. പിന്നെ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ എല്ലാം അന്നത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ വീടുകളിൽ ഇപ്പോൾ നമ്മള് പിന്നെ എന്താ പറയണ്ടേ, കൊറിയാണ്ടർ പൗഡർ, then pepper powder, turmeric powder, chili powder, like masala powder, like this. These items are stocked in plastic dabbas, tins. Isn't it? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കിച്ചണിലൊക്കെ, ഞാൻ എന്നാൾ പറഞ്ഞായിരുന്നു കിച്ചണിലൊക്കെ ഒന്ന് കയറി നോക്കാം. കയറി നോക്കിയിട്ടുണ്ടോ? എല്ലാവരും വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കോ അല്ലെ? ജീവ, ശ്രീ വിഷ്ണു, ഹെവൻ, ജസ്റ്റസ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്നാള് പറഞ്ഞായിരുന്നു വീട്ടിലെ അടുക്കളയിൽ കയറി നോക്കാം. നമ്മുടെ പാത്രങ്ങളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഡബ്ബകളിലാണ്, പ്ലാസ്റ്റിക് ഡബ്ബകളിൽ അല്ലെ? പക്ഷെ അന്നൊക്കെ മിസ്സിന്റെ ഒക്കെ ചെറുപ്പത്തില് മിസ്സിലിന്റെ ഒന്നും വീടുകളിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡബ്ബകളൊന്നുമില്ല. ഇൻസ്റ്റഡ് യുനോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാള കൊണ്ടുണ്ടാ, പാള ഇങ്ങനെ വെച്ചിട്ട് അതെന്തോ ഈർക്കിലൊക്കെ കുട്ടിപ്പാള എന്നൊക്കെ പറയും. അതിനകത്തായിരുന്നു അരി ഇട്ട് വെക്കുന്നത്. വലിയ പാളയുടെ ഇതും കൊണ്ടാക്കിയിട്ട് അതിനകത്ത് അരി ഇട്ട് വെക്കും. പിന്നെ ചെറുതിന് മുളക്, മല്ലി, അന്ന് പൊടികളൊന്നുമല്ല, മുളക് മേടിക്കും, മല്ലി മേടിക്കും. എന്നിട്ട് നമ്മൾ അരകല്ല് വെച്ച് അരയ്ക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. മില്ലി കൊണ്ടിട്ട് പൊടിപ്പിച്ച coriander powder, turmeric powder, like that, no powders and all. We used to grind it on the grinding stone. So all these things were stocked in നാച്ചുറൽ ബാഗ്സ്, അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ഇത്തരം. അതുകൊണ്ട് തന്നെ കുറെ നാൾ കഴിയുമ്പോൾ ഒരു വർഷം 2 വർഷം ഒക്കെ കഴിയുമ്പോൾ ഈ പാള കീറും, നമുക്കറിയാം അല്ലെ? അപ്പൊ പുതിയ പാള, നമുക്ക് പൈസ മുടക്കൊന്നുമില്ല, നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതല്ലേ. ആ പാള നിങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും. ഇന്നത്തെ പോലെ ഇങ്ങനെ കുപ്പിക്കകത്തൊന്നും അല്ല ഇട്ട് വെച്ചോണ്ടിരുന്നത്. ടബകൾക്കൊക്കെ പാലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്തൊന്നും അല്ല മേടിച്ചോണ്ട് വരുന്നത്. ഇനിസ് നമ്മൾ കൊണ്ടുപോകും, ഒന്നെങ്കിൽ നമ്മൾ ഗ്ലാസോ അല്ലെങ്കിൽ കപ്പോ അല്ലെങ്കിൽ കുപ്പി അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകും. അത് പ്ലാസ്റ്റിക് കുപ്പിയല്ല, ചില്ലു കുപ്പിയായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മള് അങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് എന്താണ്, നമ്മുടെ വീട്ടിൽ ഇന്നിപ്പം പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ലാതെ പറ്റില്ല. ഇന്നിപ്പോ നിങ്ങളോട് പറയാം, മീൻകാരൻ വന്നു മീൻ മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മീൻ മേടിച്ചോണ്ട് വരും? പ്ലാസ്റ്റിക് കൂടിനകത്ത് അല്ലെ? അതേസമയം പഴയ കാലത്തൊന്നും അങ്ങനെയല്ല, ഒരു ഇലയും പറിക്കും, ആ ഇലക്കകത്ത് വെച്ചുകൊണ്ടുവരും. പട്ടേരയോ തേക്കിൻ്റെ ഇലയോ അങ്ങനെ വലിയ ലീഫ്. മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ പാത്രങ്ങളെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതായിരുന്നു കൂടുതൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. പകരം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ചൂടാക്കി വെക്കും, എന്തെങ്കിലും ചെയ്ത് സ്റ്റോർ ചെയ്ത്. പിന്നെ ഉറി കണ്ടിട്ടുണ്ടോ? ഉറി എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? അറിയാം, എന്തോ അറിയും? അതായത് പണ്ടത്തെ കാലത്തെ ഫ്രിഡ്ജ് എന്ന് പറയാം, സ്റ്റോക്ക് ചെയ്ത് വെക്കാം.
വീട്ടിലുണ്ടോ? അടിയിൽ പരിചയത്തിലേതാണ് മറ്റേ ശ്രീകൃഷ്ണൻ കണ്ണൻ വെണ്ണ കക്കുന്ന കഥ അറിയത്തില്ലേ? അതിനകത്ത് ചിത്രത്തിൽ കണ്ടിട്ടില്ലേ ഉറി? അത് കണ്ടിട്ടുണ്ട്. അത് തന്നെ. അതായത് അവന്റെ അമ്മ, കണ്ണന്റെ അമ്മ ഈ വെണ്ണ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് പൊക്കത്ത് ചെയ്ത് പൂച്ചയും പട്ടിയും ഒന്നും എടുത്ത് തിന്നാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കെട്ടിയിട്ട് അതില് എടുത്തു വെക്കും. ഇന്ന് നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അങ്ങനെ വീട്ടിൽ ഇറച്ചിയോ മീനോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളോ കറിയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വീടിന്റെ കതകൊക്കെ തുറന്നെടുക്കുന്ന സമയത്ത് വേറെ വീട്ടിലെ പൂച്ചയൊക്കെ കയറി വന്നിട്ട് അതെടുത്ത് തിന്നും അല്ലേ? അപ്പം അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നാണ് ഇങ്ങനെ ഉറി എന്ന് പറയുന്ന ഈ എന്തോ ഒരു വള്ളിയൊക്കെ ഉപയോഗിച്ച് കെട്ടി ആക്കുന്നതായിരുന്നു. ഇപ്പൊ നമുക്കൊന്നും എനിക്കൊന്നും ആക്കാൻ അറിയത്തില്ല കേട്ടോ, പക്ഷെ ഓൾഡ് പീപ്പിളിന് അറിയാം. അവർ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. എന്നിട്ട് അതിങ്ങനെ കെട്ടി തൂക്കിയിടും, വീടിന്റെ മച്ചിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടും. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ചട്ടിയും കലമൊക്കെ കറിയൊക്കെ ഉള്ളത് മിച്ചമൊക്കെ ഉള്ളത് എടുത്ത് അതിനകത്ത് വെക്കും. അപ്പൊ പൊക്കത്തിൽ കയറി പൂച്ചയും പട്ടിയും ഒന്നും തിന്നത്തില്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ ഉറി? അതിപ്പോ വിഭജിച്ചിട്ടാണ് ഇങ്ങനെ വീട്ടിലെല്ലാം മേലെ ഇങ്ങനെ പൂച്ചട്ടിയുള്ള ഇപ്പം പൂച്ചട്ടിയാക്കി എടുക്കുന്നല്ലേ? ഓക്കെ. എനിവേ, humans have interfered with the natural renewal process of underground. Okay, can you hear? Can you hear me? Justice, കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് മാത്രമേ കേൾക്കുന്നുള്ളെന്നാ തോന്നുന്നത്. അതെന്തേ ആദ്യമൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുവാണല്ലോ? എനിക്ക് കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ അമിതമായിട്ടുള്ള പ്ലാസ്റ്റിക് യൂസ് ഇതൊക്കെ കാരണം ഭൂമിയിലേക്ക് വെള്ളം വീഴുന്നത് നമ്മൾ തടഞ്ഞു വെച്ചേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അനദർ തിങ്, നമ്മൾ നമ്മുടെ വീട്ടില് പിന്നെ എന്താ പറയണ്ടേ, മുറ്റത്തൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇടും അല്ലെ? ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെക്കും. പക്ഷെ എന്താ അതിന്റെ ദോഷം? വെള്ളം താഴോട്ട് ഇറങ്ങുന്നില്ല. ഇന്റർലോക്ക് വെള്ളത്തെ ബ്ലോക്ക് ചെയ്ത് വെക്കും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബൈ ഡിഫറെന്റ് മെത്തേഡ്സ് we have blocked the water flow to the ground. So it has reduced the water level, underground water level on the earth. As a result, the water table in cities and towns is constantly going down and there is a shortage of groundwater. What is the meaning of water table? Water table എന്ന് പറഞ്ഞാൽ the level of underground water, അതായത് ഭൂമിയിലെ വെള്ളത്തിന്റെ നിരപ്പ്. Next, pollution of source of water such as rivers, lakes and groundwater has resulted in a deterioration of the quality of water available to us. So pollution in different water sources has caused നമ്മളുടെ വെള്ളം എടുക്കുന്ന സോഴ്സുകളിലുള്ള വെള്ളത്തെ മലിനമാക്കുന്നതുകൊണ്ട് വെള്ളം അങ്ങനെ മലിനമാകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മളായിട്ട് തന്നെയാണ് മലിനമാക്കുന്നത്. വസ്ത്രങ്ങൾ കഴുകുന്നതും തുണി പിന്നെ എന്താ പറയുക മൃഗങ്ങളെ കുളിപ്പിക്കുന്നതുകൊണ്ടും പിന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടും അങ്ങനെ ഡിഫറെന്റ് വേസില് നമ്മള് അൺക്ലീൻ വാട്ടർ, അതായത് വാട്ടർ പൊല്യൂഷൻ വിൽ ടേക്ക് പ്ലേസ്. എന്താ അതിലെ കുട്ടി ഇടയ്ക്ക് പോയായിരുന്നോ? നെറ്റ് പോയായിരുന്നോ? ആതിരാ ഇടയ്ക്ക് നെറ്റ് പോയാ മോളെ? Okay. Next, importance of water for a sustaining life. What is the importance of water in our life? We know that we cannot live without water. Isn't it? നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? Water is essential for life. A person can live without food for several weeks. ചില ആഴ്ചകൾ നമുക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും. But without water, life cannot last for more than a few days. ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഒക്കെ നമുക്ക് വെള്ളമില്ലാതെ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാം. പക്ഷേ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മോർ ഡേയ്സ്. കൂടുതൽ ദിവസം നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. The bodies of all plants and animals have large amounts of water. Several life processes of humans and animals such as digestion of food, absorption of nutrients by the body, distribution of nutrients to various parts of the body, or getting rid of body waste near the presence of water. ഇനി നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ആതിരക്കുട്ടി ഇവിടെ we drink a lot of water.
we know that our body needs water for different purposes. So നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം വേണം, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി വേണം. അത് കഴിക്കുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ച ഉടനെ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും അല്ലേ? ഓക്കെ. പിന്നെ ഡൈജഷൻ, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടർ ഷുഡ് ബി ദർ. അബ്സർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ബൈ ദ ബോഡി. ഇനി ഡൈജഷന് ശേഷം ഈ ഫുഡ് നമ്മൾ, അതായത് സൊല്യൂബിൾ ആയിട്ടുള്ള പാർട്സുകൾ നമ്മുടെ ശരീരം ഉൾക്കൊള്ളണമെങ്കിൽ അതിന് വെള്ളം വേണം. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ഈ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ വേണം. ഓർ ഗെറ്റിംഗ് റീഡ് ഓഫ് എ ബോഡി വേസ്റ്റ്. നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകൾ പുറന്തള്ളുന്നതിന് വാട്ടർ ഈസ് എസെൻഷ്യൽ. നിയർ ദ പ്രസൻസ് ഓഫ് വാട്ടർ. About 70% of the human body is consist of water. നമ്മൾ നേരത്തെ പഠിച്ചാന്ന് തോന്നുന്നു അല്ലേ? ഇഫ് വി ആർ 100 kg, നമ്മൾ 100 kg വെയിറ്റ് ഉണ്ടെങ്കിൽ അതില് 70 കിലോയും നമ്മുടെ ശരീരത്തിലെ വാട്ടർ ആണ്. അതായത് 70, ഇപ്പൊ ഇഫ് യു ആർ 10 kg, നിങ്ങൾ 10 kg ആണെങ്കിൽ അതിൽ 7 kg നമ്മുടെ ബോഡിയിലെ വാട്ടറും ബ്ലഡും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. ജസ്റ്റിന് എന്തോ ചോദിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ ജസ്റ്റിനെ? അല്ല, അപ്പൊ എന്റെ ശരീരത്തിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കിയത്. Calculated. Okay. About 70% of the human body consists of water. We take in water through food and drink and lose it in the form of urine, sweat and exhaled air. നമ്മൾ വെള്ളം ശരീരത്തിലേക്ക് എടുക്കുന്നു. നമ്മൾ പല വേസില് വെള്ളമായിട്ട് കുടിക്കും, ജ്യൂസ് ആയിട്ട് കുടിക്കും, ഫുഡ് കഴിക്കുമ്പോൾ ആ കൂട്ടത്തില് അതിന്റെ കൂട്ടത്തിൽ കുക്ക് ഫുഡ് ആണെങ്കിൽ അതിൽ ജലത്തിന്റെ അംശം ഉണ്ടാവും അല്ലെ? അങ്ങനെ ഡിഫറെന്റ് വേസില് വി കൺസ്യൂം ദ വാട്ടർ ആൻഡ് some of the water will be wasted. It will be sent out as waste through urine, പിന്നെ sweat means വിയർപ്പ്, and exhaled air. Exhaled air means the air that we breathe out. നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം, അതില് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കും. നമുക്ക് അറിയാം, വിന്റർ സീസണിലൊക്കെ നമ്മളിങ്ങനെ ഒരു കണ്ണാടി എടുത്തിട്ട്, കണ്ണാടിയുടെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് ഇങ്ങനെ ഊതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എയർ വിച്ച് ഈസ് എക്സ്ഹാൽഡ്, it will reflect, sorry, it will touch on the glass, means the mirror, and you can see the water vapor there. Water vapor നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൽ വാട്ടർ ഉണ്ട്. Water also help us to control our body temperature. In hot weather, we drink a lot of water. നമുക്കറിയാം, ഇപ്പൊ ഹോട്ട് ക്ലൈമറ്റ് ആയി, ഇപ്പൊ നമ്മൾ we drink a lot of water, and this maintains our body temperature within reasonable limits. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ജ്യൂസ് ഒക്കെ ആക്കി കുടിക്കും, നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഗ്രേപ്സിന്റെയോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസുകളൊക്കെ ആക്കി നമ്മൾ കുടിക്കും. Water that evaporates from the surface of our body in the form of sweat takes away a lot of heat and thus cools the body. അപ്പം നമ്മള് വെള്ളം കുറെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയും അല്ലെ? നല്ല ചൂട് ആവിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളം കുടിക്കും. But during winter season, when the body is cool, we drink hot water, isn't it? Okay. We have one more class, I think, today. Last period. ഇല്ല, തീർന്നോ? Finished? Finished? Okay. We will continue in the next class. Okay, bye then. Time is up.